1 കിലോ ജ്യൂസ് മുന്തിരി ഉപ്പ് വെള്ളത്തിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം നല്ല വെള്ളത്തിൽ കഴുകി എടുക്കുക. എന്നിട്ട് അതിനൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അടപ്പ് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കുന്നുണ്ട്. മുന്തിരിയുടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം. ഞാൻ മുന്തിരി മുഴുവൻ ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുന്തിരിത്തൊത്തില്ലേ, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നോമ്പ് തുറക്കാനായിട്ട് കുടിക്കാൻ ആവശ്യമായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനൊരു ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അരിച്ച് വെച്ചിരിക്കുന്ന മുന്തിരി ജ്യൂസ് അതേ പാത്രത്തിൽ തന്നെ ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പം ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് സ്കോഷ് കലക്കുന്ന സമയത്ത് പഞ്ചസാര വീണ്ടും ചേർക്കേണ്ട ആവശ്യം വരത്തില്ല. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. 15 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ആറിയതിന് ശേഷം നമുക്ക് ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. എനിക്കിവിടെ 2 ബോട്ടിലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി സ്ക്വാഷ് റെഡി. ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഗ്ലാസ്സിലേക്ക് 2-3 ഐസ് ക്യൂബ് ഇട്ട് കുറച്ച് മുന്തിരി സ്ക്വാഷ് ഒഴിച്ച് ബാക്കി വെള്ളവും കൂടി ചേർത്ത് സെർവ് ചെയ്യാം. വീണ്ടും പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഓൾറെഡി അതിൽ നമ്മൾ മധുരം ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.